വെൽക്കം ടു മൈ ചാനൽ. കേട്ടറ്റ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി മെത്തഡോളജിയുടെ ഏതാനും ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയിട്ട് തയ്യാറാക്കിയൊരു വീഡിയോ ആണിത്. കാറ്റഗറി 2 സോഷ്യൽ സയൻസിൽ നിന്നെടുത്ത ക്വസ്റ്റ്യനുകളാണിത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി വിദ്യാലയം പ്രയോജനപ്പെടുത്തുന്ന മൊത്തം അനുഭവങ്ങൾ ചേർന്ന രൂപമാണ്. ആൻസർ ഓപ്ഷൻ ബി, പാഠ്യപദ്ധതി. പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ കരിക്കുലമാണ്. കണ്ണിങ്ഹാം അധ്യാപകനാവുന്ന കലാകാരൻ്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ടാണ് കരിക്കുലത്തെ കാണുന്നത്. ഇതുപയോഗിച്ച് കലാകാരൻ തൻ്റെ പണിപ്പുരയിൽ അഥവാ സ്കൂളിൽ വെച്ചിട്ട് സൃഷ്ടികൾ അഥവാ പഠിതാക്കളെ രൂപപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ വിദ്യാലയത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളുടെ സഞ്ചയമാണ് കരിക്കുലം എന്നാണ് കണ്ണിങ്ഹാം പറയുന്നത്. അതുപോലെ അധ്യാപകൻ്റെ മേൽനോട്ടത്തിന് വിധേയമായി കുട്ടികൾക്കുണ്ടാവുന്ന സംസ്ഥാനുഭവങ്ങളുടെയും ഒരു സഞ്ചയമാണ് കരിക്കുലം എന്നാണ് കാപ്സ്ബെൽ നിർവചിക്കുന്നത്. സ്കൂളിൽ നിന്ന് പഠിതാവിന് ലഭിക്കുന്ന അനുഭവങ്ങളുടെ ആകെ തുകയാണ് കരിക്കുലം എന്നാണ് ഡോള് വിശദീകരിക്കുന്നത്. ആനുകാലിക സംഭവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതിന് അനുയോജ്യമല്ലാത്ത പ്രവർത്തനമേത്? ആൻസർ ഓപ്ഷൻ എ, മോഡൽ നിർമ്മാണം. റേഡിയോ പരിപാടികളും ക്വിസ് മത്സരങ്ങൾ, പത്രപാരായണവും ആനുകാലിക സംഭവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ: സ്കൂൾ പാർലമെൻറ്റുകൾ കൊണ്ടുണ്ടാകുന്ന നേട്ടം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി, ജനാധിപത്യ രീതി പരിചയപ്പെടൽ. അടുത്ത ക്വസ്റ്റ്യൻ: കുട്ടിയുടെ സാമൂഹ്യ ശാസ്ത്ര മനോഭാവം വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ഏറ്റവും ഉപയോഗപ്രദമായത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, നിരീക്ഷണം. സാമൂഹ്യശാസ്ത്ര ക്ലാസ് മുറിയിൽ പഠിക്കാനും പ്രവർത്തിക്കാനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും മടി കാണിക്കുന്ന കുട്ടിയെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠന രീതി? ആൻസർ ഓപ്ഷൻ ബി, വ്യക്തിപഠനം. അടുത്ത ക്വസ്റ്റ്യൻ: അടുത്ത ക്ലാസ്സിൽ കാഴ്ചക്കുറവുള്ള കുട്ടിക്ക് പ്രത്യേക പഠനോപകരണം നിർമ്മിക്കണം. സാമൂഹ്യശാസ്ത്ര അധ്യാപികയുടെ ടീച്ചിങ് മാനുവലിലെ ഈ ഭാഗം എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, പ്രതിഫലനാത്മക കുറിപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ: സാമൂഹ്യശാസ്ത്ര ക്ലാസ് മുറിയിലെ പ്രക്രിയാശേഷിയായി പരിഗണിക്കാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, ഓർമ്മശക്തി. അടുത്ത ക്വസ്റ്റ്യൻ: സംഘം ചേർന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, സാമൂഹിക വികസനം. അടുത്ത ക്വസ്റ്റ്യൻ: പദസൂര്യൻ നിർമ്മിക്കാം എന്ന സാമൂഹ്യശാസ്ത്ര പ്രവർത്തനം ക്ലാസ്സിൽ കുട്ടികളെ സഹായിക്കുന്നതെങ്ങനെ? ആൻസർ ഓപ്ഷൻ എ, ആശയവുമായി ബന്ധപ്പെട്ട പദങ്ങൾ കൃത്യമാക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ: സ്പഷ്ടീകരണം എന്നത്? ആൻസർ ഓപ്ഷൻ ബി, നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ നേട്ടങ്ങളെയാണ് സ്പഷ്ടീകരണം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ത്രിമാന മാതൃകക്ക് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി, ഗ്ലോബ്. അടുത്ത ക്വസ്റ്റ്യൻ: ജനറൽ വിൽ എന്ന ആശയം അവതരിപ്പിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി, ജീൻ ജാക്സ് റൂസോ. അടുത്ത ക്വസ്റ്റ്യൻ: ജ്ഞാനനിർമ്മിതിയുടെ സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിൽ നടക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ സി, മാനസികമായ സന്തുലിതാവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ: കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട ചാർട്ട് തയ്യാറാക്കിയതാര്? ആൻസർ ഓപ്ഷൻ എ, കാതറിൻ ബ്രിഡ്ജസ്. കാതറിൻ ബ്രിഡ്ജസ് നവജാത ശിശുക്കൾ മുതൽ 24 മാസം പ്രായമുള്ള കുട്ടികൾ വരെ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘത്തെ ആണ് നിരീക്ഷിച്ചിട്ട് അതിൽ നിന്നാണ് ഈ സിദ്ധാന്തം. നവജാത ശിശുക്കളിൽ ഒരുതരം ഇളക്കം അഥവാ സംസ്ത്രാസം അഥവാ എക്സൈറ്റ്മെൻറ്റ് മാത്രമാണ് കാണപ്പെടുന്നത്.
3 മാസമാകുമ്പോൾ ഈ സംത്രാസം അസ്വാസ്ഥ്യമോ ഉല്ലാസമോ ആയി വികസിക്കുന്നു. 6 മാസമാകുമ്പോൾ നിഷേധാത്മക വികാരങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടാവുകയും അസ്വാസ്ഥ്യം ഭയവും വെറുപ്പും കോപവുമായി വികസിക്കുകയും ചെയ്യും. 12-ാം മാസത്തോടുകൂടെ സൃഷ്ടിപരമായ വികാരങ്ങൾ രംഗത്തെത്തുകയും പ്രഹർഷ അതായത് എലേഷനും പ്രിയ അഫെക്ഷനുമായിട്ട് വേർതിരിയും എന്നാണ് പറയുന്നത്. 18-ാമത്തെ മാസമാകുമ്പോൾ അസ്വസ്ഥത്തിൽ നിന്ന് അസൂയ അഥവാ ഈർഷ്യ വികസിക്കുകയും പ്രിയം പ്രായപൂർത്തിയായവരോടുള്ള പ്രിയവും കുട്ടികളോടുള്ള വാത്സ്യവുമായിട്ട് വേർതിരിയുകയും ചെയ്യും. 2 വർഷമാകുമ്പോൾ അതായത് 24 മാസമാകുമ്പോൾ ഉല്ലാസം വീണ്ടും വേർതിരിഞ്ഞ് ആനന്ദം അതായത് ജോയ് ആയിട്ട് പ്രത്യക്ഷമാവുന്നു. ഇത് വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ്. അതീത ചിന്തയുടെ ഉപജ്ഞാതാവാണ് ഫ്ലേവൽ, അതായത് മെറ്റാകൊഗ്നിഷൻ. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നത് ഹൊവാർഡ് ഗാർഡനറുടെ സിദ്ധാന്തമാണ്. ഹൊവാർഡ് ഗാർഡനറുടെ ഒരു ബുക്കാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ. ഇത് 1983 ഇത് പുറത്തിറക്കിയത്. ഇതിൽ അദ്ദേഹം വ്യത്യസ്ത തരത്തിലുള്ള ബുദ്ധിശക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വിഷ്വൽ ഓർ സ്പാഷ്യൽ ഇൻ്റലിജൻസ്, ദർശന സ്ഥലപരമായ ബുദ്ധിശക്തിയാണ്. ഇതിൽ നാവികർ, ശില്പി, ദൃശ്യകലാകാരന്മാർ, കണ്ടുപിടുത്തക്കാരൊക്കെ, ആർക്കിയോളജിസ്റ്റ്, ഇൻറ്റീരിയർ ഡിസൈനർ, മെക്കാനിക്ക്, എഞ്ചിനീയർമാർക്കൊക്കെ ഈ ബുദ്ധിയാണ് ഏറ്റവും കൂടുതലുള്ളത്. അടുത്ത് പറഞ്ഞ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, അതായത് വാചിക ഭാഷാപരമായ ബുദ്ധിശക്തി. കവി, പത്രപ്രവർത്തകർ, എഴുത്തുകാർ, അധ്യാപകർ, നിയമജ്ഞർ, രാഷ്ട്രീയ പ്രവർത്തകർ, തർജ്ജമക്കാരൊക്കെ ഈ ബുദ്ധിയാണ് കൂടുതലുള്ളത്. ബുദ്ധിയാണ് ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, യുക്തിചിന്ത അല്ലെങ്കിൽ ഗുണിത ബുദ്ധിശക്തി. ഇതിലുള്ള ആളുകളാണ് ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, ഗവേഷകർ, അക്കൗണ്ടൻ്റ്, ഗണിതജ്ഞരൊക്കെ ഈ ഒരു ബുദ്ധിയുള്ളവരാണ്. അടുത്ത കായിക ചാലക ബുദ്ധിശക്തി അഥവാ ബോഡിലി കൈനസ്റ്റിക് ഇൻ്റലിജൻസ്, കായിക താരന്മാർ, കായിക അധ്യാപകർ, നർത്തകർ, നടന്മാർ, അഗ്നിശമന പ്രവർത്തകർ, ശില്പികൾ, സർക്കസ് താരങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് സംഗീതാത്മക താളാത്മക ബുദ്ധിശക്തി അഥവാ മ്യൂസിക്കൽ ആൻഡ് റിതമിക് ഇൻ്റലിജൻസ്, പാടുക, ചൂളമടിക്കുക, സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യുക, ഇവയൊക്കെ ഈ ഒരു ബുദ്ധിശക്തിയുള്ളവരാണ്. അടുത്ത ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, മാർഗദർശകൻ, വിൽപ്പനക്കാരൻ, രാഷ്ട്രീയ പ്രവർത്തകർ, വ്യവസായ സംരംഭകർ, സാമൂഹ്യ പ്രവർത്തകർ, സാമൂഹിക സേവന സംഘടന പ്രവർത്തകരൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയുടെ വീക്ഷണത്തിലൂടെ കാണുകയും ക്ഷമാപൂർവമായ ശ്രദ്ധയും അതുപോലെ വിശ്വാസം വളർത്താൻ, എതിർപ്പുകൾ സമാധാനപരമായി ഒത്തുതീർക്കാനൊക്കെ ഇത്തരം ബുദ്ധിശക്തിയുള്ളവർക്ക് കഴിയും. ഇതാണ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് അഥവാ ആത്മദർശന ബുദ്ധിശക്തി. ഗവേഷകർ, സൈദ്ധാന്തികർ, ദാർശനികർ, മതപ്രവർത്തകരൊക്കെ ഇത്തരം ബുദ്ധിശക്തിയുള്ളവരാണ്. സ്വന്തം ബലങ്ങളും ബലഹീനതകളും തിരിച്ചറിയുക, തങ്ങളെ തന്നെ യുക്തിപൂർവ്വം വിലയിരുത്തുകയും അപഗ്രഥിക്കുകയും ചെയ്യുക. അടുത്ത ബുദ്ധിശക്തിയാണ് പ്രകൃതി ബന്ധിത ബുദ്ധിശക്തി അഥവാ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. ഇതിൽ കർഷകർ, സസ്യശാസ്ത്രജ്ഞർ, ഉദ്യാനപാലകർ, ഭൗമശാസ്ത്രജ്ഞർ, പുരാവസ്തു വിദഗ്ധരൊക്കെ ഈ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഇത്തരം ബുദ്ധിശക്തിയിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തവയിൽ സാമൂഹ്യശാസ്ത്ര പ്രൊജക്റ്റുകളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സാമൂഹ്യശാസ്ത്രത്തിൽ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ സഹായിക്കുന്നു എന്നത് ഉൾപ്പെടാത്തതാണ്. അപ്പോൾ ഉൾപ്പെടുന്നത് എന്തൊക്കെയെന്ന് പറഞ്ഞു നോക്കാം. അപഗ്രഥന ശേഷി വളർത്തുന്നു, പ്രശ്നപരിഹരണ ശേഷി വളർത്തുന്നു, ഗവേഷണ മനോഭാവം വളർത്തുന്നു എന്നിവയാണ് അതിൽ ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 4 ആണ് ശരിയായത്. സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, കുട്ടികൾ സ്വയം കണ്ടെത്തി പഠിക്കണം, കുട്ടികളെ ആകാംക്ഷാപൂർവ്വം വിഷയത്തിലേക്ക് നയിക്കണം എന്നിവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൻലാൻഡിലെ പോലെ പഠിപ്പിക്കൂ എന്ന പുസ്തകം എഴുതിയത്? ആൻസർ ഓപ്ഷൻ എ തിമോത്തി ഡി വാക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ബെഞ്ചമിൻ ബ്ലൂം വിശദീകരിച്ച ബുദ്ധിമണ്ഡലത്തിലെ വികാസഘട്ടങ്ങളിൽ പെടാത്തത്? ആൻസർ ഓപ്ഷൻ എ സർഗാത്മകതയാണ് പെടാത്തത്. പ്രയോഗം, ധാരണ, അറിവ് എന്നിവ ഉൾപ്പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങൾ ചെറുതാകുന്നു എന്ന ആശയം ബോധ്യപ്പെടുത്താൻ ആവശ്യമായ പഠന സഹായി?
ആൻസർ ഓപ്ഷൻ ഡി ഗ്ലോബ്. അടുത്ത ക്വസ്റ്റ്യൻ, നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ ഭാഗമല്ലാത്തത്. ആൻസർ ഓപ്ഷൻ ഡി പാദവാർഷിക പരീക്ഷ. പ്രൊജക്റ്റും ക്ലാസ് ടെസ്റ്റും സെമിനാറുകളും നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ പ്രക്രിയാധിഷ്ഠിത ക്ലാസ്സിന് യോജിക്കാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ടീച്ചർ ആശയം വിശദീകരിക്കുന്നു എന്നത് യോജിക്കാത്തതാണ്. യോജിക്കുന്നത് എന്തൊക്കെയെന്ന് പറയാം. കുട്ടികൾ പരസ്പരം വിവരങ്ങൾ കൈമാറുന്നു, കുട്ടികൾ സംശയങ്ങൾ ഉന്നയിക്കുന്നു, പ്രശ്നത്തിൻ്റെ പരിഹാരം കുട്ടികൾ കണ്ടെത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സർപ്പിള പാഠ്യപദ്ധതിയുടെ വക്താവ് ആര്? ആൻസർ ഓപ്ഷൻ സി ബ്രൂണർ. അടുത്ത ക്വസ്റ്റ്യൻ, വായനയുമായി ബന്ധപ്പെട്ട പഠന പരിമിതി ഏത്? ആൻസർ ഓപ്ഷൻ എ ഡിസ്ലെക്സിയ. എഴുത്തുമായി ബന്ധപ്പെട്ട പഠന വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ. സംഖ്യകൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്കാൽക്കുലിയ. അടുത്ത ക്വസ്റ്റ്യൻ, ചരിത്ര സംഭവവുമായി നേരിട്ട് ബന്ധമുള്ള ഉറവിടം. ആൻസർ ഓപ്ഷൻ എ പ്രാഥമിക ഉറവിടം. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടിക്ക് നേരിട്ട് അനുഭവം ലഭിക്കുന്നതിന് അനുയോജ്യമായ പഠന രീതിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ഫീൽഡ് ട്രിപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈമറി ക്ലാസ്സുകളിൽ സാമൂഹ്യശാസ്ത്ര പഠനത്തിന് പ്രയോജനകരമായ സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മാർബിൾ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ പ്രകൃതി വൈവിധ്യം അവതരിപ്പിക്കുന്ന ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുന്നു, വരപ്പിക്കുന്നു, നൃത്തം വയ്പ്പിക്കുന്നു. ഇവിടെ ടീച്ചർ ഉപയോഗിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ബഹുമുഖ ബുദ്ധി. അടുത്ത ക്വസ്റ്റ്യൻ, ഗിൽഫോർഡ് നിർദ്ദേശിച്ച ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ പേര്. ആൻസർ ഓപ്ഷൻ ഡി ബുദ്ധിയുടെ ഘടനാ മാതൃക. ബുദ്ധി സിദ്ധാന്തങ്ങളാണ് ഏകഘടക സിദ്ധാന്തം, യൂണിറ്ററി തിയറി ഓർ മൊണാർക്കിക് തിയറി. ബുദ്ധിയിൽ ഒരൊറ്റ പ്രതിഭാസമുള്ളൂ എന്ന് പറയുന്നതാണ് ഏകഘടക സിദ്ധാന്തം. ഡോക്ടർ ജോൺസൺ ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ബഹുഘടക സിദ്ധാന്തം, മൾട്ടി ഫാക്ടർ തിയറി ഓർ അനാർക്കിക് തിയറി കൊണ്ടുവന്നിട്ടുള്ളത് തൊണ്ടേക്കാണ്. ബുദ്ധിശക്തിയിൽ നിരവധി വ്യത്യസ്ത ഘടകങ്ങളുണ്ടെന്ന് പ്രതിപാദിക്കുന്നു. നിരവധി പ്രത്യേക ശേഷികളുടെ ആകെ തുകയായിട്ടാണ് അദ്ദേഹം ബുദ്ധിശക്തിയെ കണക്കാക്കുന്നത്. ദ്വിഘടക സിദ്ധാന്തം, ടു ഫാക്ടർ തിയറി സ്പിയർമാൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബുദ്ധിയിൽ 2 ഘടകങ്ങളുണ്ടെന്നാണ് പറയുന്നത്. സാമാന്യ ഘടകമായ ജി ഫാക്ടറും വിശിഷ്ട ഘടകമായ എസ് ഫാക്ടറും. ഘടക സിദ്ധാന്തം, ഘടക സംഘ സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി തേഴ്സൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ ഘടക സിദ്ധാന്തത്തിൽ 9 പ്രത്യേക ശേഷിയാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ഗിൽഫോർഡിൻ്റെ സിദ്ധാന്തമാണ്. ഘടകാപഗ്രഥനം എന്ന സങ്കേതം വഴി ഗിൽഫോർഡ് ഒരു ബുദ്ധി മാതൃക വികസിപ്പിച്ചെടുത്തു. അതിന് 3 അടിസ്ഥാന തലങ്ങളുണ്ട്. ഒന്ന് പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻസ്, അതിൽ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. രണ്ടാമത് ഉള്ളടക്കമാണ് കണ്ടന്റ്, ചിന്തയുടെ മാധ്യമമാണത്, അതിലും 5 എണ്ണം ഉണ്ട്. പിന്നെ ഉൽപ്പന്നങ്ങൾ പ്രൊഡക്റ്റ്, അതിൽ 6 എണ്ണമാണ്. നാം ആവിഷ്കരിക്കുന്ന ആശയങ്ങളാണ് ഉൽപ്പന്നങ്ങളായിട്ട് ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ മൊത്തം അതിൽ 5 × 5 × 6 150 ഘടകങ്ങളുള്ള ഒരു ത്രിമാന ബിംബമാണ് ലഭിക്കുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്നത് ത്രിമാന ബിംബമാണ്. ഗിൽഫോർഡിൻ്റെ സിദ്ധാന്തമാണ് ബുദ്ധി മാതൃക എന്നറിയപ്പെടുന്നത്. പുതിയ സാഹചര്യങ്ങളുമായി സമായോജനം നടത്താനുള്ള കഴിവാണ് ബുദ്ധി എന്നാണ് വില്യം സ്റ്റെയിൻ പറയുന്നത്. അമൂർത്ത ചിന്തനത്തിനായുള്ള ശേഷിയാണ് ബുദ്ധി എന്നാണ് ലൂയിസ് ടെർമാൻ പറയുന്നത്. സാഹചര്യ രൂപവൽക്കരണമാണ് ബുദ്ധി എന്നാണ് തൊണ്ടേക്ക് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓരോ സന്ദർഭത്തിലും വിദ്യാർത്ഥികൾക്ക് അവരുടെ പുരോഗതി അറിയിക്കാൻ ഒരു അധ്യാപകൻ ഉടനടി ഫീഡ്ബാക്ക് നൽകുന്നു. ഇവിടെ അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്നത്. ആൻസർ ഓപ്ഷൻ എ പ്രബലനം. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധിയുടെ മാതൃക രൂപപ്പെടുത്തിയത്. ആൻസർ ഓപ്ഷൻ ഡി ഗിൽഫോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാഗ്നയുടെ ശ്രേണി അനുസരിച്ചുള്ള പഠനരീതികൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇവയിൽ ഏറ്റവും ഉയർന്ന പഠനശേഷി ഏത്? ആൻസർ ഓപ്ഷൻ ഡി പ്രശ്നപരിഹരണം.
ഗാഗ്നേഴ്സ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്, സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോണ്ട് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പിൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, പിയാഷെയുടെ അഭിപ്രായത്തിൽ ബൗദ്ധിക വികാസത്തിൻ്റെ ഏതു ഘട്ടത്തിലാണ് കുട്ടികൾ യഥാർത്ഥ വസ്തുക്കൾക്ക് പകരം പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, പ്രാഗ് മനോവ്യാപര ഘട്ടം. പിയാഷെയുടെ അഭിപ്രായത്തിൽ മാനസിക വളർച്ച എന്നത് മുമ്പ് നിലവിലില്ലാത്ത പുതിയ കഴിവുകൾ ആർജിക്കലാണ്. അറിവിൻ്റെ അടിസ്ഥാനപരമായ ഘടനയെ സ്കീമ എന്നാണ് പറയുന്നത്. മുമ്പ് നിലനിൽക്കുന്ന ഒരു സ്കീമയുടെ സഹായത്തോടെ ഒരു പുതിയ സ്കീമയെ സ്വീകരിക്കുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം അഥവാ അസിമിലേഷൻ. പരിസ്ഥിതിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രതികരണമെന്നോണം വ്യക്തിയിൽ മാറ്റമുണ്ടാക്കുന്ന പ്രക്രിയയാണ് സംസ്ഥാപനം അഥവാ അക്കൊമഡേഷൻ. പിയാഷെയുടെ വികാസഘട്ടങ്ങൾ: ഒന്ന് സെൻസറി മോട്ടോർ സ്റ്റേജ്, ആദ്യത്തെ 2 വർഷമാണ്. അതിൽ ഒബ്ജക്റ്റ് പെർമനൻസിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായിരിക്കും, ഈഗോസെൻട്രിക് ആയിരിക്കും. രണ്ടാമത്തെ ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ മനോവ്യാപര പൂർവ്വഘട്ടം, 2 വയസ്സ് മുതൽ 7 വർഷം വരെയാണ്. അതിൽ കോൺക്രീറ്റ്നെസ് ഉണ്ടായിരിക്കും, രൂപാത്മകത ഉണ്ടായിരിക്കും. ഈ ഘട്ടത്തിൽ രൂപാത്മകതയിൽ നിന്ന് കുട്ടി പൂർണ്ണമായിട്ടും മോചിതരായിട്ടുണ്ടാവില്ല. പ്രത്യാവർത്തനത്തിനുള്ള കഴിവില്ലായ്മയാണ്, ഇറിവേഴ്സിബിലിറ്റിയാണ്. സവിശേഷത കേന്ദ്രീകരണമായിരിക്കും. അഹം കേന്ദ്രീകൃതം ഈഗോസെൻട്രിക് ആയിരിക്കും. ട്രാൻസക്റ്റീവ് റീസണിങ് ആയിരിക്കും. ചിന്തകൾ ട്രാൻസക്റ്റീവ് റീസണിങ് ആയിരിക്കും. നെക്സ്റ്റ് പൂർവാശയഘട്ടം, അത് 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയാണ്. നമ്മുടെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 2 വയസ്സ് മുതൽ 4 വർഷക്കാലം അഹംകേന്ദ്രിക സ്വഭാവം ഉണ്ടായിരിക്കും. അതുപോലെ നിക്രമം നടത്താൻ സാധ്യമല്ല. ട്രാൻസക്റ്റീവ് ചിന്തയ്ക്ക് മുൻകൈ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് 4 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രത്യാവർത്തനമുള്ള കഴിവില്ലായ്മയാണ്. വർഗീകരണത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അഹംകേന്ദ്രീകൃത ചിന്ത തുടരുന്നു. വലിപ്പം, ഭാരം എന്നിവയെക്കുറിച്ച് ധാരണയില്ലായ്മ 4 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുണ്ടായിരിക്കും. അടുത്ത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ്. ഏകോപനം ഉണ്ടായിരിക്കും. ഓപ്പറേഷണൽ തോട്ട്സ് ആരംഭിക്കുന്ന കാലമാണ്. ആൺകുട്ടികൾ പ്ലസ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് കുട്ടികൾ എന്നുള്ള ഒരു ഏകോപനം അവർക്ക് ഉണ്ടായിരിക്കും. ഏകോപന ചിന്ത ഉണ്ടായിരിക്കും. റിവേഴ്സിബിലിറ്റി ഉണ്ടായിരിക്കും. റിവേഴ്സിബിലിറ്റിക്കുള്ള കഴിവുണ്ടായിരിക്കും. അടുത്ത് ഔപചാരിക മനോവ്യാപര ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 11 വയസ്സും അതിന് മുകളിലുമാണ്. ഗുണാത്മക ചിന്തനത്തിലുള്ള കഴിവുണ്ട്. അനുകൽപ്പനങ്ങളുടെ അതായത് ഹൈപ്പോത്തസിസിന്റെ സഹായത്തോടെ യുക്തിചിന്തനത്തിൽ വ്യാപൃതമാകാനാകും. പരീക്ഷണ മനോഭാവം വികസിക്കുന്നു. പ്രശ്നപരിഹാരം യുക്തിപൂർവമാകുന്നു. ശാസ്ത്രീയമായി യുക്തിചിന്തനം നടത്തുന്നു. വിവരങ്ങൾ ചിട്ടയായി ക്രമീകരിക്കുന്നു. ഇതൊക്കെയാണ് ഈ ഘട്ടത്തിലെ പ്രത്യേകത. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഫ്രോയിഡിൻ്റെ ഘടന മാതൃകയിൽ അഹം പ്രവർത്തിക്കുന്നത് ഇനി പറയുന്നവ അനുസരിച്ചാണ്. ആൻസർ ഓപ്ഷൻ എ, യഥാർത്ഥ തത്വം. സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് അഥവാ മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ വക്താവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം ഒരു വ്യക്തിക്ക് 3 വ്യക്തിത്വ ഘടനയുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇതെന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ മൗലിക വ്യവസ്ഥയാണ്. ഇതിൽ നിന്ന് വേർതിരിഞ്ഞു വരുന്നതാണ് ഈഗോയും സൂപ്പർ ഈഗോയും. ഇതെന്ന് പറയുന്നത് ജന്മവാസന അധിഷ്ഠിതമാണ്. മാനസികോർജത്തിൻ്റെ അഥവാ ലിബിഡോർജത്തിൻ്റെ സംഭരണി കൂടിയാണ് ഇത്. ഈഗോക്കും സൂപ്പർ ഈഗോക്കും ആവശ്യമുള്ള പ്രവർത്തനോർജം പ്രദാനം ചെയ്യുന്ന ഇതാണ്. ഒരു വ്യക്തിക്ക് ആനന്ദം നൽകുക എന്താണ് ഇതിൻ്റെ ലക്ഷ്യം. ഈഗോ യാഥാർത്ഥ്യ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. മനുഷ്യനുള്ള ഒരു പോലീസ് ശക്തിയാണ് ഈഗോ. ഇതിൻ്റെ ദുഷ്പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത് ഈഗോയാണ്. ഈഗോ ശരിയോ തെറ്റോ, അതിന് ബാഹ്യമായ അസ്തിത്വമുണ്ടോ എന്നൊക്കെ പരിഗണിക്കുന്നു. ഈഗോ യഥാർത്ഥ സിദ്ധാന്തം കണക്കിലെടുത്ത് ആവശ്യം തൃപ്തമാക്കാൻ പറ്റിയ തന്ത്രം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. സൂപ്പർ ഈഗോ സന്മാർഗ തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. മനുഷ്യനുള്ള ദാർശനികവും സാന്മാർഗികവുമായ ശക്തിയാണ് സൂപ്പർ ഈഗോ. ആദർശത്തെ പ്രതിനിധാനം ചെയ്യുന്നത് സൂപ്പർ ഈഗോയാണ്. അത് ആനന്ദമല്ല, പൂർണ്ണതയാണ് ഉന്നമാക്കുന്നത്. ശരിയും തെറ്റും നിർണ്ണയിക്കുന്നതിനാണ് സൂപ്പർ ഈഗോ ശ്രദ്ധിക്കുന്നത്.